ഇപ്പോൾ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ഫസ്റ്റ് സ്ഥലത നമ്മുടെ ഖജനാവ് തന്നെയാണ്. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ശ്രീ പിണറായി വിജയൻ അടുത്ത മാസം സലാം പറയാൻ പോകുന്നു. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്ത കടക്കണിയിലേക്ക് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് ഈ ഭരണകൂടം വിട പറയുന്നത്. നമുക്കറിയാം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി. കുട്ടികളെല്ലാം പുറത്തേക്ക് പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു. ഒരു 5 വർഷം ഈ പോക്ക് പോയാൽ കേരളം ഒരു വൃദ്ധസദനമായി മാറും. കാർഷിക മേഖല മുഴുവൻ നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? ദയനീയമായ പരിസ്ഥിതിയാണ്. തീരപ്രദേശത്ത് സങ്കടങ്ങളാണ്, പട്ടിണിയാണ്, വറുതിയാണ്. വന്യജീവി ആക്രമണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് പോലും കൃത്യമായി കൊടുക്കാത്ത സർക്കാരാണ് എന്ന് നിങ്ങൾ അറിയണം. ഇന്നലെ എന്താ തിരുവല്ലയിൽ ഉണ്ടായത്? കാപ്പ കേസിൽ പ്രതിയായ ഒരാൾ ഗുണ്ടാ പിരിവിനിയോഗിച്ചതിന് കൊടുക്കാത്തതിന് ഒരു സ്പായിലെ പാവപ്പെട്ടൊരു സഹോദരിയെ അവർ 6 പേര് കൂടി കൂട്ടബലാത്സംഗം ചെയ്തെന്ന വാർത്തയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഭരിക്കുന്ന ഈ കേരളം പഴയ ബീഹാറാണോ അല്ലെ കേരളമാണോ? സകല ക്രിമിനലുകളും പുറത്താണ്. ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിൽ. മയക്കുമരുന്ന് മാഫിയ കേരളത്തെ അടക്കി ഭരിക്കുന്നു. എന്ത് ഭരണം! TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതികളായ ആളുകൾക്ക് പലർക്കും 1000-ലധികം ദിവസം പരോളാണ്. എപ്പോഴാ പരോൾ കൊടുക്കുന്നത്? പരോളിനൊരു നിയമമുണ്ട്. അടുത്ത ബന്ധുക്കൾ മരിക്കുമ്പോഴും അവർക്ക് സീരിയസ് ഒക്കെ ആവുമ്പോഴാണ് പരോൾ കൊടുക്കുന്നത്. 1000 ദിവസം ഇതിലേക്ക് ബന്ധുക്കൾ മരിച്ചോ? പുറത്താണ്. ഇനി അകത്താണെങ്കിലോ അവര് പറയുന്നത് പോലെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ അപ്പൊ കൊണ്ടേ കൊടുക്കും ജില്ലാ കമ്മിറ്റി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നോട് ഒരാൾ പറഞ്ഞത്, ചിലപ്പോ ഇവർ എഴുതി കൊടുക്കും, രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ് ഫുഡ്, രാത്രി തന്തൂരി ചിക്കൻ. അതാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ ചോദിക്കുന്ന ബ്രാൻഡ് മറ്റത്. എല്ലാ സൗകര്യവും. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, പാവങ്ങളല്ലേ, നിങ്ങളൊരു എയർ കണ്ടീഷൻ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ കുറവ് മാത്രമല്ല ജയിലിലെ പുള്ളികൾക്ക്. ഇനി പുറത്ത് വേറെ ഏതെങ്കിലും കേസിൽ കൊണ്ടുപോകുമ്പോ പോലീസുകാർ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തി മദ്യവും ഭക്ഷണവും മേടിച്ചു കൊടുക്കും. ആർക്കാണ്? 51 വെട്ടുവെട്ടി ഒരു പാവത്തിനെ ക്രൂരമായി കൊന്ന കേസിലെ കൊടും കുറ്റവാളികൾക്ക്. പയ്യന്നൂരിൽ കണ്ടല്ലോ, പോലീസിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ പോയ ഒരാൾക്ക് കോടതി 20 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ആദ്യത്തെ മാസം ഇവിടെ കുഞ്ഞികൃഷ്ണ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രകടനത്തിൽ മുണ്ടും മടക്കി കുട്ടി നടക്കുകയാണ് മുമ്പിൽ. കൊലപ്പുള്ളി ഈ ഇതുപോലത്തെ കുഴപ്പം പിടിച്ച കേസുകളിലെ പ്രതികൾ. എന്താ നടക്കുന്നത്? ക്രിമിനലുകൾ അഴിഞ്ഞാട്ട മയക്കുമരുന്ന് കേസിൽ കേരളത്തെ മയക്കുമരുന്നിൽ മുക്കിക്കൊല്ലുകയാണ്. ഒരു തലമുറ നശിക്കുകയാണ്. ചോദിച്ചാൽ പറയും, ഞങ്ങള് കുറെ കേസെടുത്തു 10,000-കണക്കിന്. ആർക്കെതിരെ കേസെടുക്കുന്നത്? ഈ വലിക്കുന്നവർക്കെതിരെ. അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അവരെ ജാമ്യത്തിൽ വിടും. അവൻ പുറത്തിറങ്ങിയിട്ട് ആ 3 മണിക്കൂർ വലിക്കാൻ പറ്റാത്തതിന്റെ കൂടി പുറത്തുപോയി വലിക്കും. എവിടെ നിന്ന് വരുന്നു? ആര് കൊണ്ടുവരുന്നു? എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയോ? അവരുടെ പുറകെ പോയോ?
അതിന് പറ്റിയ പോലീസും എക്സൈസും ഒന്നും കേരളത്തിലില്ലേ? 10 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് നിങ്ങൾ കേരളത്തെ ഇന്ത്യയിലെ മയക്കുമരുന്നിന്റെ തലസ്ഥാനമാക്കി മാറ്റി. അതല്ല നിങ്ങളുടെ ഒന്നാം സ്ഥാനം. കാരണം ഇവർക്കെല്ലാം ഇവർ കുടപിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം കുടപിടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യവും ക്രിമിനലുകൾക്ക് ചെയ്തു കൊടുക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാർ. എല്ലാ സൗകര്യവും. പിന്നീട് വേറൊരു കാര്യത്തിൽ ഒന്നാം സ്ഥാനം. കഴിഞ്ഞ 11 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതാർക്കും വിട്ടുകൊടുക്കില്ല. ഒന്നാം സ്ഥാനം വിലക്കയറ്റത്തിൽ. മാർക്കറ്റിൽ ഇടപെടില്ല. നമ്മൾ പൊറുതിമുട്ടുമ്പോൾ, ജീവിക്കാൻ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കും. ഉണ്ടോ ഇവിടെ? സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരില്ലായ്മ സകല രംഗത്തും. അതെ, നമ്മൾ ഈ യാത്ര ആ ഒരു ദുരന്തകാലത്തിന് തിരശീല വീഴ്ത്തി ഒരു പുതുയുഗത്തിന് തിരശീല ഉയർത്തിക്കൊണ്ടുള്ള നമ്മുടെ യാത്രയാണ്. ഒരു പുതിയ കാലം. ആ പുതിയ കാലമാണ് UDFന്റെ വാക്ക്, കേരളത്തിലെ ജനങ്ങളോടുള്ള വാക്ക്. എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടു, ഈ സർക്കാർ എവിടെയെല്ലാം പരാജയപ്പെട്ടു, അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ ടീം UDF വരികയാണ്. സമ്പദ് വ്യവസ്ഥ തകർത്തു ഇവർ. ഞാൻ പറഞ്ഞു, ആ സമ്പദ് വ്യവസ്ഥയെ രക്ഷിച്ച് ഖജനാവ് നിറച്ച് വികസന പരിപാടികൾ നടത്തി, ക്ഷേമ പരിപാടികൾ നടത്താൻ ഉള്ള പദ്ധതികൾ UDFന്റെ കീഴിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയും, ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഡിസൈൻ ചെയ്ത ഈ പുതുയുഗത്തെ കുറിച്ചുള്ള, പുതിയ കേരളത്തെ കുറിച്ചുള്ള നിരവധി പരിപാടികൾ പ്രഖ്യാപിക്കപ്പെടും. കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മളതിനായി കഠിനാധ്വാനം ചെയ്യാണ്. ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളായ വിദഗ്ധരുടെ ഒരു ടീമാണ് നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായെങ്കിൽ ആ വെന്റിലേറ്ററിൽ നിന്ന് ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി നമ്മൾ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് കോഴ്സ് പഠിക്കാനാണ് ജർമ്മനിയിലും UK-യിലും കാനഡയിലും പോകുന്നത്? ആ പ്രോഗ്രാമുകൾ, അവരവിടെ പോകുന്ന പ്രോഗ്രാമുകൾ അവർക്ക് പഠിക്കാൻ കേരളത്തിൽ ഉണ്ടാക്കും UDF. പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. അതിനായുള്ള പദ്ധതികൾ വരാനിരിക്കുന്ന തലമുറ, നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ കേരളത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണ് ഈ കേരളത്തിനായി UDF നൽകുന്നത്. ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത നമ്മുടെ പ്രത്യേകതകളെ പഠിച്ച്, നമ്മുടെ അഡ്വാൻറ്റേജസ്, നമ്മുടെ സവിശേഷതകൾ, അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി പുതിയ ഒരു കാലത്തിലേക്കുള്ള ഈ കേരളത്തെ കൈപിടിച്ചുയർത്താനുള്ള പരിശ്രമം. സർക്കാർ ജീവനക്കാർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കാര്യങ്ങൾ നന്നായി നടക്കും. സർക്കാരിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് ആക്കി UDF മാറ്റും. അതടക്കമുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തെ അടക്കം ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉള്ളവരാക്കാനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 6 മാസം കൊണ്ട് തീർക്കേണ്ട പദ്ധതി 6 മാസം മുമ്പ് തീർക്കും. ഖജനാവിൽ നിന്ന് ലീക്കേജ് ഉണ്ടാവില്ല. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം അനാവശ്യമായി ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടിപ്പോൾ. അതെല്ലാം അടയ്ക്കും. നമ്മുടെ നികുതി പണം നഷ്ടപ്പെടില്ല. നമ്മുടെ നികുതി സംവിധാനം ഉടച്ചു വാർക്കും. ആ നികുതിയിൽ നിന്ന്, ഖജനാവിൽ നിന്ന്, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഒരു രൂപ ചോരില്ല എന്ന് ഉറപ്പുവരുത്തുന്ന വലിയ സംവിധാനങ്ങൾ, സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സംവിധാനങ്ങൾ, അതാണ് UDFന്റെ വാക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ്
കുറച്ച് സസ്പെൻസിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. കുറെ പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കും, കുറെ പദ്ധതികൾ, കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ. ആ പദ്ധതികളായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് മാറ്റമുണ്ടാക്കാൻ പോവുക. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുമാണ്. അവരെ ചേർത്ത് നിർത്തണം നമുക്ക് നമ്മുടെ നാട്ടിൽ. പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോകണം. രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം പറയണം. ഏത് സമയത്തും ആർക്കും പ്രയോജനമില്ലാത്ത രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കലല്ല വേണ്ടത്. അവസാനിപ്പിക്കണ്ടേ? അവസാനിപ്പിക്കണം. ഈ തെറ്റായ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഈ കൊലവെറി രാഷ്ട്രീയം അവസാനിപ്പിക്കണം. കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ എന്താ നടക്കുന്നത്? പയ്യന്നൂരിൽ കുറെ ദിവസമായി CPM രക്തസാക്ഷിയെ കിട്ടി ഇത്ര സന്തോഷം തരുന്നുണ്ട്. പിന്നെ കോളടിച്ചത് ലോട്ടറി അടിച്ച പോലെ രക്തസാക്ഷിയെ കിട്ടിയ, കാരണം അവന്റെ പേരിൽ പിന്നെ ഫണ്ട് വരുക. ഇവിടെ തുടങ്ങിയതല്ലത്, ഇവിടെ കൂടുതലാണെന്നല്ലോ. അഭിമന്യുവിന്റെ കാര്യത്തിൽ എന്താ ഉണ്ടായത്? ഫണ്ട് വിരിച്ചിട്ട് വീട്ടിൽ കൊടുത്തോ? ചെന്താണ്ട് കൊടുത്തു. തിരുവനന്തപുരത്ത് സംഘപരിവാറുകാരുടെ ചെറുപ്പക്കാരനെ കൊന്നു, CPM-കാരനെ വിഷ്ണു. അതും അടിച്ചു മാറ്റി ഫണ്ട് മുഴുവൻ. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വിഷ്ണുവിന്റെ കുടുംബം മുഴുവൻ കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് കാസർഗോഡേക്ക് പോരുന്നതിന്റെ തലേ ദിവസം വിഷ്ണുവിന്റെ ജ്യേഷ്ഠനടക്കമുള്ള ആളുകൾക്ക് കോൺഗ്രസിലേക്കുള്ള മെമ്പർഷിപ്പ് കൊടുത്തിട്ടാ പോകുന്നത്. ചങ്കു പൊട്ടിക്കൊണ്ട് ആ രക്തസാക്ഷിയുടെ സഹോദരൻ വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞു, ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഇവർ ഇടതുപക്ഷമല്ല, ഇവർ തീവ്ര വലതുപക്ഷമാണ്. ഇവരാണ് ഇടതുപക്ഷം, ഇവരാണ് ഇടതുപക്ഷം. ജനങ്ങളെയും സാധാരണക്കാരെയും സ്നേഹിക്കുന്നവർ UDF-കാരാണ്, കോൺഗ്രസുകാരാണ് എന്ന് ആ രക്തസാക്ഷിയുടെ സഹോദരൻ പറയണമെങ്കിൽ എത്രമാത്രം ഇവരെ വെറുക്കുകയാണ്, എത്രമാത്രം ഇവരെ വെറുക്കുകയാണ്. പാർട്ടി കുടുംബങ്ങൾ പോലും വെറുക്കുന്ന നേതൃത്വമാണെന്ന് CPM-നുള്ളത്. പാർട്ടി കുടുംബങ്ങൾ പോലും വെറുക്കുന്ന. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല പൊതുസമ്മേളനങ്ങളിലും പറഞ്ഞു, UDF-കാരോട് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചോളാൻ പറഞ്ഞു. എന്താ കാര്യം? അവിടുന്ന് നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇടതുപക്ഷ സഹയാത്രികരുണ്ട് പണ്ട്. ഇടതുപക്ഷം വന്നാൽ നല്ലതാണ്, നാടിന് മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മനുഷ്യർ. അവരെ കണ്ടാൽ ചേർത്ത് പിടിച്ചു. അവരെല്ലാവരും നമ്മുടെ കൂടെയാണ്. അവർക്കറിയാം ഇവർ ഇടതുപക്ഷമല്ല, കമ്മ്യൂണിസ്റ്റുമല്ല, തീവ്ര വലതുപക്ഷം. ഞാൻ ചോദിക്കട്ടെ, BJP-യെ നമുക്ക് മനസ്സിലാക്കാം. സംഘപരിവാറിന് ഒരു പണിയുണ്ട്. ഒരു സംസ്ഥാനത്ത് എന്നാൽ മതങ്ങളെ തമ്മിലടിപ്പിക്കും, അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും, ജയിക്കാൻ നോക്കും. ഏത് സംസ്ഥാനത്ത് എന്നാൽ ഇന്ത്യയിൽ മുഴുവൻ സംഘപരിവാറിന്റെ പണിയതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേ പണിയെടുത്താലോ? നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ 35 ദിവസത്തെ പിണറായി വിജയന്റെ പ്രസംഗം ചെയ്യുന്നത് ന്യൂനപക്ഷത്തിലാണ്. ഗാസയിലെ കുട്ടികളെ കുറിച്ച്, പാലസ്തീനെ കുറിച്ച്, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച്, ന്യൂനപക്ഷത്തെ കുറിച്ച് എന്തൊരു പ്രണയമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരെ വോട്ടൊന്നും കിട്ടിയില്ല, വോട്ട് കിട്ടിയില്ല. നേരെ പ്ലേറ്റ് മാറ്റി, നേരെ ഡൽഹിയിൽ ചെന്ന് മലപ്പുറത്തിനെതിരായി ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു. പിന്നെ കുറെ കിങ്കരന്മാരുണ്ടല്ലോ, AK ബാലൻ, സജി ചെറിയാൻ, പിന്നെ വേറെ പൊന്നാടായിട്ട് കൊടുക്കുന്ന കുറെ ആളുകൾ, എല്ലാവരും കൂടി ഇറങ്ങി ഒടുക്കത്തെ ഭൂരിപക്ഷം നേടണം. ഇപ്പൊ ആകെ കൺഫ്യൂഷനായി. പഞ്ചായത്ത് ഇലക്ഷൻ പോയി കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം കൂടെയില്ല, ന്യൂനപക്ഷം കൂടെയില്ല. എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇവര് ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2021 പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപയാക്കും പറഞ്ഞില്ലേ? കുറെ പേര് അവർ കൂട്ടി. 4.25 കൊല്ലം 1 രൂപ കൂട്ടി കൊടുത്തില്ല. കൊടുത്തോ? ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ആഴ്ച 400 രൂപ കൂട്ടി. അപ്പൊ ഇപ്പൊ വോട്ട് ചെയ്യുന്ന വിചാരിച്ചു. ഞാൻ പറഞ്ഞ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 400 രൂപ മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് നേരെ UDF വോട്ട് ചെയ്തു.
അതാണ് MM മണി പറഞ്ഞത്. അവന്മാരെ കൊടുത്ത കാശ് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് അവന്മാർക്ക് UDF വോട്ട് ചെയ്ത്. നാട്ടുകാർക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ കൊണ്ടുവന്ന് 400 രൂപ തന്നാൽ അടുത്ത 5 കൊല്ലം ആ കാശ് കൊടുക്കേണ്ടത് UDF ആണെന്ന് അവർക്കറിയാം. നല്ല രാഷ്ട്രീയ ബോധമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. അതുകൊണ്ട് ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പറഞ്ഞമാതിരി പൂച്ച പെട്ടുകിടക്കുകയാണ് ഖജനാവിൽ. കുറെ പ്രഖ്യാപനമാണ്. ചിരിച്ചിരിച്ച് നമ്മൾ മണ്ണ് വെക്കും. ഓരോ പ്രഖ്യാപനം കേട്ട തീരപ്രദേശത്തിൽ 12,000 കോടി കുറെ നാളായി. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ അസംബ്ലിയിൽ എഴുതി ചോദിച്ചു എത്ര ചെലവാക്കി. ഒറ്റ പൈസ ചെലവാക്കുന്നില്ല. അപ്പൊ ഇപ്പഴും പ്രഖ്യാപിക്കാറില്ല. വയനാടിന് 5,000 കോടി, ഇടുക്കിക്ക് 7,000 കോടി. പ്രഖ്യാപനമുള്ള കാശ് ചെലവാക്കില്ല. ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. ഇവർക്ക് വിശ്വാസതയില്ല കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. ഇവരുടെ ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ ഈ കേരളം കാത്തിരിക്കുക. ദുർഭരണം അവസാനിച്ചൊരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. ഇന്ത്യയിലെ 1-ാം നമ്പർ സ്റ്റേറ്റ് ആക്കി ഈ കേരളത്തെ മാറ്റും എന്നാണ് UDFന്റെ വാക്ക്. നിങ്ങൾ മനസ്സിൽ പറഞ്ഞോ? നിങ്ങൾ മനസ്സിൽ പറഞ്ഞോ? എടുത്തു വെച്ചോ? ഹൃദയത്തിൽ എഴുതി വെച്ചോ? ഈ കേരളത്തെ UDF ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനമാക്കും എല്ലാ രംഗത്തും. അതിനുള്ള മികച്ച പരിപാടികളുമായിട്ടാണ് നമ്മൾ ജനങ്ങളെ സമീപിക്കുന്നത്. വെറുതെയല്ല ഈ യാത്രയ്ക്ക് പുതുയുഗ യാത്ര എന്ന് പേരിട്ടു. സാധാരണ രാഷ്ട്രീയ ജാഥയ്ക്ക് ആ പേരിടാറില്ല. ഇതൊരു പുതുയുഗത്തിന്റെ ആരംഭമാണ്. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ആവേശത്തോടെ അതിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ആ മഹായുദ്ധത്തിൽ അത്ഭുതങ്ങൾ കേരളത്തിലുണ്ടാവും. അത്ഭുതങ്ങളായ വിജയങ്ങൾ കേരളത്തിലുണ്ടാവും. ഈ കണ്ണൂർ ജില്ലയിലും ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കാൻ നിങ്ങൾ പോരാളികളെ പോലെ, യുദ്ധത്തിലെ പോരാളികളെ പോലെ പ്രവർത്തിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചെയ്തു.